ഒരു ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ പറയാനുള്ളത് ഉള്ള ഏക ശാസ്ത്രം എന്ന് പറയുന്നത് റിലയബിലിറ്റി സയൻസ് ആണ്. ഡാം മാത്രമല്ല, എന്തും ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ എന്ന് പറയേണ്ടത് അവരാണ്. അവര് പറയണമല്ലോ, അല്ലാതെ ഒരു വക്കീൽ ഒരു ചാനലിൽ വന്നിരുന്ന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നോ അല്ലെങ്കിൽ പൊട്ടൂല എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ള? അതുകൊണ്ടാണ് ഞാൻ പറയണേ, കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പുഴന്മാരാന്ന് പറയേണ്ട കാരണം അതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുന്നിടത്ത് ബുദ്ധി വരും. നമസ്കാരം. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം മാത്രമല്ല ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്ന് വ്യക്തമാക്കി അഡ്വക്കേറ്റ് റസൽ ജോയ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിലെ നിലവിലെ അപകടാവസ്ഥ വിശദമാക്കുകയാണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ചിലർ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് പറഞ്ഞതിനെയും റസൽ ജോയ് വിമർശിച്ചു. ഒരു വക്കീലിന് ഈ കാര്യം എങ്ങനെ ഇത്ര ആധികാരികമായി പറയാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ അടി ഉയരത്തിലാണ്. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും 129 വർഷത്തെ ചെളിയും വാഹനങ്ങൾ, ശവശരീരങ്ങൾ ഇതെല്ലാം തന്നെ ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും. ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ചെറു ഡാമുകൾ താങ്ങില്ല. ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുക. ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല, കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവുമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു MLA-യോ MP-യോ മനസ്സ് വെച്ചാൽ പോലും കഴിയുമെന്നും അതെങ്ങനെയാണ് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചില സാമൂഹ്യ നിരീക്ഷകരൊക്കെ, ഉദാഹരണത്തിന് അഡ്വക്കേറ്റ് ജയശങ്കർ, ആളുകളൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്, കുറെ കൂടി നിഷ്പക്ഷനായ പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ എന്തായാലും പൊട്ടില്ല, മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണിത് എന്ന് കളിയാക്കി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പറയുന്ന ഒരു വാചകമുണ്ടായി. അല്ല, അതെങ്ങനെ പറയാൻ കഴിയും? ഞാൻ ഇതേവരെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു വക്കീലിന് പറയാൻ പറ്റുമോ? അത് ഇതിനൊക്കെ സയൻസ് ഇല്ലേ? എന്തൊരു വിഡ്ഢിത്തരാണുള്ളത്. സയൻസ് ഇല്ലേ ഈ ലോകത്ത്? ഒരു ഡാം പൊട്ടുമെന്നോ പൊട്ടില്ല എന്നോ പറയാനുള്ളത് ഉള്ള ഏക ശാസ്ത്രം എന്ന് പറയുന്നത് റിലയബിലിറ്റി സയൻസ് ആണ്. ഡാം മാത്രമല്ല, എന്തും ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ എന്ന് പറയേണ്ടത് അവരാണ്. അവര് പറയണമല്ലോ, അല്ലാതെ ഒരു വക്കീൽ ഒരു ചാനലിൽ വന്നിരുന്ന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നോ അല്ലെങ്കിൽ പൊട്ടൂല എന്ന് പറയണതിൽ എന്താ അർത്ഥമുള്ള? അതുകൊണ്ടാണ് ഞാൻ പറയണേ, കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പുഴന്മാരാന്ന് പറയേണ്ട കാരണം അതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുന്നിടത്ത് ബുദ്ധി വരും. ഇവരെല്ലാം അറിയാം, എന്തും അറിയാം, സകലത്തിൻ്റെയും മേലെയാണ് ഞങ്ങളെന്ന് വിചാരിക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കാനാവില്ല. എന്തുകൊണ്ടാണ് ജനം പ്രതികരിക്കാതിരിക്കുന്നു എന്ന് ചോദിച്ചല്ലോ, അത് രാഷ്ട്രീയമാണ്. നമ്മൾ ചിന്തിക്കണം. ഇപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ആ ഇലക്ഷനിൽ പോളിസിയാണ് പറയുന്നത്. ആ ഇലക്ഷന് മുമ്പ് കാൻഡിഡേറ്റ്സ് വന്നിട്ട് ആ 5 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അതാണ് പറയുന്നത്. ഈ രണ്ട് പാർട്ടിക്കാരുടെയും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് വന്ന് പറയണത് ജനം കേട്ടിട്ട് ജനമാണ് തിരഞ്ഞെടുക്കുന്നത്. ജനത്തിന് രാഷ്ട്രീയമില്ല അവിടെ. ഇംഗ്ലണ്ടിലെ ജനത്തിന് രാഷ്ട്രീയമില്ല, തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും രാഷ്ട്രീയമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. തമിഴ്നാടിന് എന്താണ് ആവശ്യം? അല്ലാതെ അവര് തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം DMK-കാരാണ്? അല്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവനും ADMK-കാരാണ്? അല്ല. ആ സമയത്ത്, ഇലക്ഷന്റെ സമയത്ത് ആ നാടിന് എന്താണ് വേണ്ടത് എന്നുള്ളത് തമിഴ് ജനത തീരുമാനിക്കും. ബുദ്ധിയുണ്ട്. കേരളത്തിൽ അങ്ങനെ അല്ല. ഞാൻ UDF-കാരൻ, ഞാൻ LDF-കാരൻ, ഞാൻ NDA BJP-കാരൻ, എൻ്റെ പാർട്ടി എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യും. ഈ ഒരു അടിമത്തം, ഈ രാഷ്ട്രീയ അടിമത്തം, അതിനെതിരെ കൂടിയാണ് എൻ്റെ സമരം. മുല്ലപ്പെരിയാറിനെ കുറിച്ച് സമരം ചെയ്തിട്ട് എന്താ കാര്യം? ജനത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. എൻ്റെ നേതാവ് പറയുന്നത്, എൻ്റെ പാർട്ടി പറയുന്നത് ശരി. അതാണ് ഈ നാടിന്റെ ശാപവും നാടിന്റെ ദുരന്തവും അതാണ്. അതുകൊണ്ടാണ് ഈ ജനങ്ങള് ഇത്രയും റിസോഴ്സസ് ഉള്ള ഒരു പ്രവിശ്യ ലോകത്തിലില്ല. സൂര്യപ്രകാശം ഇഷ്ടം പോലെ വെള്ളം എന്തു കുഴിച്ചു വെച്ചാലും ഉണ്ടാകുന്ന നാട്. ഇവിടെ സൗദി അറേബ്യയിലുള്ള 2 ഡേറ്റ്സ് ഒഴികെയുള്ള ഡേറ്റ്സ് വരെയും കേരളത്തിലുണ്ടാകും. എന്താണ്? ഈന്തപ്പഴം പോലും കേരളത്തിൽ വിളയും. യൂറോപ്പിൽ വിളയുന്ന സകല ഫ്രൂട്ട്സും കേരളത്തിൽ വിളയും. എല്ലാ പച്ചക്കറികളും കേരളത്തിൽ വിളയും. എന്നിട്ട് ഈ ജനം എന്തുകൊണ്ട് ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നു? എന്തുകൊണ്ട് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ സാധാരണ ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ജോലികൾ ഇവർ ചെയ്യുന്നു? എന്തുകൊണ്ടാണ്? ഇവിടെ രക്ഷയില്ലാത്ത ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും, ഇത്രയും പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ടും
ദൈവത്തിന്റെ ഈ സ്വന്തം നാടായിട്ട് പോലും ഈ ജനം എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു? രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം മാറണം. ഈ ജനത്തിന്റെ മൈൻഡിൽ നിന്ന് രാഷ്ട്രീയം മാറി അവിടെ നാട് വരണം. അവരുടെ സ്വന്തം മക്കളെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം. സ്വന്തം മക്കളെങ്കിലും വരണം. ഈ രാഷ്ട്രീയം തലേന്ന് പോയിട്ട് സ്വന്തം മക്കളാ സ്ഥാനത്ത് വരണം. എങ്കിലും ഈ നാടിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അഡ്വക്കേറ്റ് റസൽ ജോയ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ധമായ ഒരു രാഷ്ട്രീയവും അവരോടുള്ള അടിമത്തവുമാണ് നമ്മുടെ നാടിനെ ഇങ്ങനെയാക്കുന്നതെന്നാണ്. കൂട്ടിക്കൽ മുതൽ നമുക്കിപ്പോൾ ഷിരൂർ വരെയുള്ള ഒരുപാട് ലാൻഡ് സ്ലൈഡുകൾ, അതുപോലെ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് കാരണമെന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സാർ, ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുമ്പോഴും ഇതിൽ എന്താണ് പരിഹാരം? എന്താണ് ഇതിൽ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡാമുകളെല്ലാം പൊളിക്കുക എന്നുള്ളതാണോ? അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പരിഹാരം നീളുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു MLA വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളുള്ളൂ മുല്ലപ്പെരിയാർ വിഷയം, അല്ലെങ്കിൽ ഒരു MP വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് നിയമസഭയിലോ പാർലമെന്റിലോ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പ്രമേയം കൊണ്ടുവരട്ടെ. ഞാൻ ഇത്രയും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വന്ന് പറയട്ടെ, ഞങ്ങൾക്ക് വിരോധമല്ല, റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പരിശോധിക്കട്ടെ. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബെയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് വന്ന് പറയട്ടെ, ഇന്റർനാഷണൽ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുന്നതാണ് ആധികാരികമായ ശാസ്ത്രം, അവർ വന്ന് പരിശോധിക്കട്ടെ, അതിന്റെ ചെലവ് കേരള ഗവൺമെന്റ് വഹിച്ചോളാം എന്ന് രണ്ട് സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഫയൽ ചെയ്ത പ്രശ്നം തീർന്നു. കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് എന്ന് പറയുന്നത് 40 വർഷമേ ഉള്ളൂ. അവർക്ക് മറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അത്ര തന്ത്രപൂർവം ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കേരളത്തിലെ ഒരു MP മതി, അല്ലെങ്കിൽ കേരള സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കേരളത്തിലെ ഒരു MLA മതി. ഒരു MLA മതി എന്ന് എന്നെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രശ്നം അവിടെ തീരാണ്.